എല്ലാ കൂട്ടുകാർക്കും ചാനലിലോട്ട് സ്വാഗതം. അൺബോക്സിങ് വീഡിയോ ആണ്. ഞാൻ സഫാരിയിലോട്ട് വേണ്ടി വാങ്ങിച്ചൊരു സാധനമാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു റിവേഴ്സ് ക്യാമറയും ചെറിയൊരു സ്ക്രീനും കൂടെയാണ്. അതിൻ്റെ സ്ക്രീനും കാര്യങ്ങളുമാണെന്ന് തോന്നുന്നു ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് സ്ക്രീൻ മാത്രമാണ്. ഇത് സ്ക്രീന്. പിന്നെ ഇത് അതിൻ്റെ പവർ കണക്ഷന് വേണ്ടിയുള്ള കേബിള്, പിന്നെ ബാക്കിയുള്ള കേബിൾസാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തൊരു ക്യാമറ ഒരെണ്ണമുണ്ട്. അപ്പോൾ ഇതൊരു നൈറ്റ് വിഷൻ ക്യാമറയാണ്. LED ടൈപ്പാണ്. അപ്പോൾ ഇതിനകത്ത് 8 LED ഉള്ള ഒരു ക്യാമറയാണ് ഈ വന്നേക്കുന്നത്. കേബിളാണ്. ക്യാമറയിൽ നിന്ന് നമ്മുടെ സ്ക്രീനിലോട്ട് കണക്ട് ചെയ്യാനുള്ള എക്സ്റ്റൻഷൻ കേബിളാണ്. നല്ല നീളമുണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. വണ്ടിയുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ട് വരെ എത്തുമായിരിക്കും. ഉള്ളത് ഇത് ക്യാമറയുടെ പവർ കേബിള്. ക്യാമറ നമ്മൾ റിവേഴ്സ് ലൈറ്റുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടിയുള്ള പവർ കേബിളാണിത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറ നമ്മൾ ഡ്രില്ല് ചെയ്ത് വെക്കണമല്ലോ. അപ്പോൾ ഡ്രില്ല് ചെയ്യാൻ വേണ്ടിയുള്ള അതിൻ്റെ ബിറ്റാണ്. ഇതൊരു ഡ്രില്ലിങ് മെഷീൻ വെച്ച് നമ്മുടെ എവിടെയാണോ ഫിറ്റ് ചെയ്യേണ്ടത്, ബമ്പറിലോ ബോഡിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്ക്രീനാണ്. അപ്പോൾ സ്ക്രീനിൻ്റെ കൂടെ ഒരു ഡ്യുവൽ സൈഡ് ടേപ്പ് തന്നിട്ടുണ്ട്. നമുക്കത് ഡാഷ്ബോർഡിലോട്ടാണ് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയുള്ള. പിന്നെ ഇതാണ് നമ്മുടെ സ്ക്രീൻ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ ഓപ്പൺ ആവും. ഇതിലൊരെണ്ണം നമ്മുടെ പവർ കേബിളാണ്. പവറിൻ്റെ കേബിൾ കുത്താനുള്ള. പിന്നെ 2 വീഡിയോ ഇൻപുട്ടാണ്. ഒരെണ്ണം നമുക്ക് ക്യാമറയിൽ നിന്ന് കൊടുക്കാം. ഒരെണ്ണം അല്ലാതെ നമ്മുടെ വണ്ടിയിൽ DVD പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഔട്ട് ഇതിലോട്ട് കൊടുക്കാം. ഇത് ഒത്തിരി വലിയ സ്ക്രീനൊന്നുമല്ല. ഞാനിത് ഡാഷ്ബോർഡിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയാൽ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ 2 വീഡിയോയുടെ ഇൻപുട്ടിൻ്റെ ഒരു പവറിൻ്റെ സോക്കറ്റുമാണ് ഇത് വരുന്നത്. അത് നമ്മൾ ഇതിൽ കിട്ടിയേക്കുന്നതിൽ ഒരെണ്ണം ഇത് പവറിൻ്റെ സോക്കറ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരെണ്ണം ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ഇത് 12 വോൾട്ടിൻ്റെ ലൈൻ എടുത്ത് നമ്മൾ അതിലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീനിലോട്ട് എപ്പോഴും പവർ സപ്ലൈ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഈ വീഡിയോ 1 വേണമെങ്കിൽ നമുക്ക് ക്യാമറയിൽ കൊടുക്കാം. വീഡിയോ 2 അല്ലാത്ത DVD പ്ലെയർ ഉള്ള കാറാണെങ്കിൽ അതിൽ നിന്നുള്ള ഇത് കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുള്ള ഔട്ട് വരുമ്പോൾ ഇത് വർക്കായിക്കോളും വീഡിയോ. അല്ലെങ്കിൽ പിന്നെ ഈ ലൈൻ ഡയറക്റ്റ് റിവേഴ്സിൻ്റെ അതിലോട്ട് കൊടുക്കുകയാണെങ്കിൽ റിവേഴ്സ് ഇടുമ്പോൾ മാത്രമേ ഇത് ഓൺ ആകത്തുള്ളൂ സ്ക്രീൻ. അപ്പം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതുപോലെ ഇത് റിവേഴ്സ് ക്യാമറയുടെ വീഡിയോയുടെ ഔട്ട് പവറിൻ്റെ. അപ്പോൾ ഇതിൻ്റെ പവറിൻ്റെയാണ് ഈ കേബിള്. ഇതാണ് ഇതിൽ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ ഇത് ഈ ഒരു കേബിൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ കേബിള് നമ്മളിത് ഇതിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എൻഡ് വരുന്നത് നമ്മുടെ സ്ക്രീനിലോട്ടും കണക്ട് ചെയ്യുന്നു. പിന്നെ ഈ ലൈൻ നമ്മൾ റിവേഴ്സ് ലൈറ്റിലോട്ട് കണക്ട് ചെയ്യുന്നു ക്യാമറയുടെ. പിന്നെ ഇതിൽ നിന്ന് ഒരു ലൈനും കൂടെ ഉണ്ട്. അപ്പോൾ ക്യാമറ കണക്ട് ചെയ്തെടുത്തു എന്നുള്ള ഒരെണ്ണോട് ഈ ഒരു ലൈനും കൂടെ റിവേഴ്സിൻ്റെ പോസിറ്റീവിലോട്ട് കൊടുക്കുന്നു. അതുപോലെ ഈ ലൈനും റിവേഴ്സിൻ്റെ ലൈനിലോട്ടാണ് വരേണ്ടത്. എന്ന് വെച്ചാൽ നമ്മൾ 12 വോൾട്ടിൻ്റെ കണക്ഷൻ എടുത്ത് നമ്മൾ ഈ സ്ക്രീൻ
വർക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് വിഷ്വൽ വരാൻ വേണ്ടിയാണ് ഈ ലൈനുകൾ റിവേഴ്സ് ലൈറ്റിലോട്ട് കണക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ ഫ്രണ്ടിൽ നമ്മൾ സ്ക്രീൻ അവിടെ നിന്ന് പോകുന്ന ഈ ലൈന് നമ്മുടെ ഫ്യൂസിൻ്റെ അവിടെ നിന്ന് കണക്ഷൻ എടുക്കണം. റിവേഴ്സിൻ്റെ നോക്കിയിട്ട് അത് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇച്ചിരി വയറും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സിൽ നിന്ന് തന്നെ എടുക്കുകയാണെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കണക്ഷൻ വരത്തില്ല. സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇത്രയാണ് ഇതിൻ്റെ വയറിങ് വരുന്നത്. ഇതിൻ്റെ കൂടെ കിട്ടിയ ക്യാമറ, സ്ക്രീന് എല്ലാം കൂടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിരുന്നത്.